ഹലോ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. കുറച്ച് പേരായിട്ട് ചോദിക്കുന്നതിന് ഡേ ഇൻ മൈ ലൈഫ് എവിടെയെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡേ ഇൻ മൈ ലൈഫ് എന്നാൽ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് കുറച്ച് നാളായല്ലോ. അപ്പോൾ ഞാനിന്ന് രാവിലെ ഒരു 7 മണി അല്ല 7:15 ആയിട്ടുണ്ടാവും. അപ്പോൾ എഴുന്നേറ്റു. ഇത്രയേരം ഞാൻ ഇരുന്ന് യൂട്യൂബും ഇൻസ്റ്റഗ്രാമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ സമയം എന്ന് പറയണത് നിൽക്കട്ടോ ഒരു സെക്കൻഡ്, 8:40 ആവണം, 8:39. അപ്പോൾ 8:40 ആവാൻ പോണ്. ഇത്രയും ഞാൻ ഇൻസ്റ്റഗ്രാം യൂട്യൂബിലൊക്കെ ഇട്ടിരിക്കണായിരുന്നു കേട്ടോ. അപ്പോൾ ചുമ്മാ കേട്ടോ, വേറെ ഒന്നുമില്ല, റീൽസൊക്കെ കണ്ടുകൊണ്ടിരിക്കണായിരുന്നു. പിന്നെ നമ്മുടെ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. മറ്റേ ഹാലോവിൻ മേക്കപ്പ് ലുക്കില്ലേ, അപ്പോൾ അതിപ്പോൾ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഈ വീഡിയോയുടെ ഇൻട്രോ ഒക്കെ എടുക്കണത് കേട്ടോ. അപ്പോൾ ഹാലോവിൻ മേക്കപ്പ് ലുക്ക് കാണാം കേട്ടോ. ഞാൻ പറ്റുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എവിടെയെങ്കിലൊക്കെ ഇട്ടിടാം കേട്ടോ. വേറെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിരിക്കുള്ളൂ. അപ്പോൾ എന്തായാലും കാണാത്തവരാണെങ്കിലും ഒന്ന് കണ്ടു നോക്കാം. കുറച്ച് കഷ്ടപ്പെട്ടാണ് ചെയ്തത്. ഞാൻ വിചാരിച്ചു ഭയങ്കരമായിട്ട് കുളമൊക്കെ ആയി പോകുന്നു. എന്തായാലും കുളമൊക്കെ ആയിട്ടുണ്ട്. എന്നാലും ഞാൻ വിചാരിച്ചതിനേക്കാളും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ വന്നിട്ടുണ്ട്. പെട്ടെന്ന് എടുത്ത ലുക്കാണത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നതാണ് കേട്ടോ വീഡിയോ. അപ്പോൾ നമുക്കിന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അതിൻ്റെ ലിങ്ക് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് ചെക്ക് ചെയ്യുക, അതേപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. നമുക്ക് ഇനി വേഗം തന്നെ വീട്ടിലേക്ക്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോലെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കപ്പയും ചമ്മന്തിയാണ്. അപ്പോൾ ഞാൻ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിരുന്നിട്ട് കഴിച്ചിട്ട് വേഗം വരാം. ഹലോ, അപ്പോൾ ഞാൻ വന്നിട്ടോ. ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഞാൻ വേറെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനിപ്പോഴാണ് ഷൂട്ട് ചെയ്യണത്. നമുക്ക് സ്കിൻ കെയറും അതേപോലെ മുടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി വെക്കാം. അപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ടാവും സ്കിൻ കെയർ ഒക്കെ ശരിക്കും ചെയ്യാറുണ്ടോയെന്ന്. ഞാൻ ശരിക്കും ചെയ്യാറുണ്ട് കേട്ടോ. കുറഞ്ഞ ഒരു ടോണറെങ്കിലും അപ്ലൈ ചെയ്യാറുണ്ട്. ഞാൻ ടോണർ വാങ്ങിച്ച് പിന്നെ ഞാൻ എല്ലാ ദിവസവും ടോണർ അപ്ലൈ ചെയ്യാറുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ചെയ്യാറുണ്ട് ഞാൻ. മോയ്സ്ചറൈസ് ഞാൻ ചിലപ്പോൾ ചെയ്തില്ലെന്ന് വരും, എന്നാലും ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ മുടിയുടെ കാര്യത്തിലേക്ക് എടുക്കാം. മുടി നമുക്ക് ആദ്യം തന്നെ ചട കളഞ്ഞിട്ട് കെട്ടി വെക്കാം. ഞാൻ പറയണ കേൾക്കണ്ടെന്ന് അറിയില്ല, മഴ ആയതുകൊണ്ടാണ്. ഞാൻ ഹെഡ്സെറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മൈക്കില്ല, മൈക്ക് വാങ്ങിക്കണമെന്നുണ്ട് കേട്ടോ. നമുക്ക് വാങ്ങിക്കുമ്പോഴൊക്കെ സെറ്റാക്കാം. അപ്പോൾ ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യണത്. നമുക്ക് ഫസ്റ്റ് തന്നെ മുടിയുടെ ചട കളയാൻ വലിയ ചടയൊന്നും ഉണ്ടാവില്ല. എന്തായാലും കുറച്ച് നല്ല ചടയുണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ. ഞാൻ കാരണം ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ചട കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ വലിയ ചട ഉണ്ടാവാൻ ചാൻസ് ഇല്ല. വെട്ടമുണ്ടോ നിൽക്കട്ടെ, ബ്രൈറ്റ്നസ് ഒന്ന് കുറച്ച് കൂട്ടിയേക്കാൻ നോക്കുക. ഒട്ടും വെട്ടൂലെന്ന് തോന്നണല്ലേ, മഴ ആയതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ വലിയ കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നേനെ കേട്ടോ. എന്നിട്ട് ബ്രൈറ്റ്നസ് കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുടിയൊക്കെ ഒന്ന് ചട കളഞ്ഞിട്ട് പിന്നെ വെക്കാം കേട്ടോ. ഞാൻ ബാക്കിൽ ഇങ്ങനെ വട പോലെ വെക്കണില്ല. ഇപ്പോൾ ഞാൻ കുറേ നാളായിട്ട് പിന്നെയാണ് വെക്കാറ്. ബാക്കിൽ വെക്കുമ്പോൾ എന്താ പോലെ, അതുകൊണ്ട് ഞാൻ പിന്നെയാണ് വെക്കാറ്. നമുക്ക് ആദ്യം ചട കളഞ്ഞിട്ട് ഒന്ന് വയസ്സിലൊന്ന് നേരിടാം കേട്ടോ. കണ്ടില്ലേ വളഞ്ഞും തിരിഞ്ഞൊക്കെ കിടക്കണത്, അതൊന്ന് ആദ്യം തന്നെ ഒന്ന് നേരെ ഇടാം. ഈ കുഞ്ഞു മുടികളുണ്ടല്ലോ മര്യാദ വയസ്സിൽ കിടക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും. അതൊരു പ്രശ്നമാണ്. മുടിയാണെങ്കിൽ ഇതാ ഇത്ര വളർന്നിട്ടുള്ളൂ. അത് ഇനി ചെവിയിൽ കൊതുക്കി വെക്കണ അത്ര ആവണം. പണ്ട് വെട്ടിയിട്ടത് ആ ഇവിടെ കിടക്കണത്. ഇപ്പോൾ ഞാൻ വളർത്തണേണ്, ഇത്ര ആയിട്ടുണ്ട്. അത് ഞാൻ അങ്ങനെ വളരട്ടെ വിഷമില്ല. ഇപ്പോൾ എനിക്ക് അങ്ങനെ മുടി ഇടുന്നുണ്ടെങ്കിൽ തന്നെ ഇത് വളരുമല്ലോ. അപ്പോൾ അത് ഇടാന്ന് വിചാരിക്കുന്നതാണ്. വേറെ ഇനി ഇടണമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടി നീരിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചടാതെ ഭയങ്കര പണിയാണ്. ഫോണെന്ന് മുന്നിൽ ഇരിക്കുന്നതാണ്, പിന്നെ ഹെഡ്സെറ്റ് ഇരിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ കുടുങ്ങിയിട്ട് അകൽക്കോളും. അതുകൊണ്ട് ഞാൻ ചട കളഞ്ഞിട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി പിന്നിടാം. ഞാൻ പിന്നിടുന്ന വീഡിയോ ഒക്കെ മുന്നിട്ടിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, പിന്നിടാൻ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞാൻ പിന്നീട് കാണിക്കൊന്നുമില്ല. ഞാൻ പിന്നിട്ടിട്ട് വേഗം വരാം കേട്ടോ. നമുക്ക് റെഡ് കളറുള്ള ബാൻഡ് യൂസ് ചെയ്യാം കേട്ടോ. ബ്ലാക്ക് ആയിരുന്നു കൂടുതലും മാച്ച് ആവാമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എൻ്റെ ബ്ലാക്ക് ഇങ്ങനത്തെ ബാൻഡ് ഇല്ല. എനിക്ക് ഇങ്ങനത്തെ ബാൻഡാണ് പിന്നിടുമ്പോൾ കെട്ടാൻ ഇഷ്ടം. ഇങ്ങനത്തെ ബ്ലാക്ക് ഇല്ല. ബാക്കി മിക്ക കളറുണ്ട്, ബ്ലൂ, യെല്ലോ അങ്ങനെ പിങ്കൊക്കെ ഉണ്ട്. പക്ഷേ ബ്ലാക്ക് ഇല്ലാണ്ടായി പോയി. ഇങ്ങനെ ടൈറ്റായിട്ട് കെട്ടോട്ടു ഇങ്ങനെ. എന്നിട്ട് നമുക്ക് തുമ്പൊന്ന് നീരി കൊടുക്കാം. ഇത് നമ്മുടെ മറ്റേ ഫുഡും കോമാണ് കേട്ടോ. ഒട്ടിച്ചിട്ടില്ല ഇതുവരെയായിട്ട്. അതുകൊണ്ട് മതിയാക്കി ഈരാനൊന്നും പറ്റണില്ല. നമുക്ക് വേറൊരെണ്ണം വാങ്ങിക്കാം, ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാം. എന്നിട്ട് ഞാൻ പറയാം എങ്ങനെ ഉണ്ടെന്നത്. അപ്പോൾ നമുക്ക് ഓമിച്ച് തൊഴുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഈ ഒരു സാധനം വെക്കാം കേട്ടോ. അപ്പോൾ ഈ സാധനം എന്ന് വെച്ചാലുണ്ടല്ലോ, ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചപ്പോൾ, അതായത്
കഴിഞ്ഞ വീഡിയോയിലാണെന്ന് തോന്നുന്നത് ഞാൻ വെച്ചപ്പോൾ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് എവിടെ നിന്നാണെന്ന്. അപ്പോൾ ശരിക്കും ഞാനൊരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ മുടി ഇങ്ങനെ ഇരിക്കണേ. അതിനൊരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, സൈഡിലുള്ള ബാഗ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പിടിക്കുന്ന സാധനത്തുമ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ അല്ല കേട്ടോ, ഇത് ശരിക്കും ഒരു വള്ളി പോലെ ആയിരുന്നു. ഞാനിത് ഇങ്ങനെ കെട്ടി വെച്ചതാണ്. അപ്പോൾ ഞാനിത് ഞാൻ തലയിൽ ഇടാൻ ഉപയോഗിക്കും. എനിക്കിഷ്ടപ്പെട്ടിട്ടോ, അതുകൊണ്ട് ഞാൻ തലയിൽ ഇടുന്നത്. വേറെ എന്ത് ചെയ്യാനത്, അതുകൊണ്ട് ഞാൻ തലയിൽ വെക്കാറാണ് പതിവ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഇങ്ങനെ ഞാൻ പിങ്ക് മാജിക്കിൽ പോയപ്പോൾ ഇങ്ങനത്തെ ബാൻഡ് വാങ്ങിക്കാൻ നോക്കി, പക്ഷേ അതവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ പൂച്ചേച്ചി വീടൊക്കെ ബാൻഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ മുടിയൊന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്ത് നമുക്ക് സ്കിൻ കെയറിലേക്ക് എടുക്കാൻ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫേസ് വാഷ് ഒന്നിട്ട് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫേസ് വാഷ് ഒന്നും ഞാൻ എപ്പോഴും ഇടാറില്ല കേട്ടോ. ഞാൻ മിക്കപ്പോഴും ഓട്സിൻ്റെ പൗഡറാണ് യൂസ് ചെയ്യാറ് കേട്ടോ. നമുക്ക് എന്തായാലും ഇനി ടോണർ അപ്ലൈ ചെയ്യാം. ജോഷിൻ്റെ കേട്ടോ അപ്ലൈ ചെയ്യണത്. ടോണർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ടോണർ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കേട്ടോ, നല്ല രസമായിരിക്കും. നല്ലൊരു തണുപ്പ് മാതിരിയൊക്കെയാണ്. ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഉണങ്ങട്ടെ കേട്ടോ, എന്നിട്ട് ഞാൻ വരാം. അപ്പോൾ നമുക്കിതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒപ്പിയൊക്കെ കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് പൊയ്ക്കോളും. അപ്പോൾ അതെന്തായാലും ഉണങ്ങിയിട്ടുണ്ട്. ഒരു 10-20 സെക്കൻഡ് ആകുമ്പോൾ ഇത് പകുതി ഉണങ്ങിയിട്ടുണ്ടാവും. ഒരുപാട് ഞാൻ ഉണക്കാറില്ല. അതിന് മുമ്പ് ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതേപോലെയൊക്കെ തന്നെയാണ് കേട്ടോ എൻ്റെ രാവിലത്തെ സ്കിൻ കെയർ റൂട്ടീനൊക്കെ. അപ്പോൾ ഞാൻ ജോവിഷിൻ്റെ തന്നെ സ്കിൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പ്രത്യേകിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണമെന്നില്ല. ഞാൻ കുറച്ച് എടുക്കോളൂ കേട്ടോ, ഇത്രയൊക്കെ എടുക്കോളൂ ഞാൻ. എന്നിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഒരുപാട് ഇട്ടിട്ടുണ്ടല്ലോ, ഒരു എണ്ണമയം മാതിരി നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഇത്തിരി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ മഴയൊക്കെ ഇപ്പോൾ ഏകദേശം കുറഞ്ഞിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ലിപ് ബാം കൂടി അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ കാണിച്ച പോലെ തന്നെ മെയ്ബിലിൻ്റെ ലിപ് ബാമാണ് ഞാൻ അപ്ലൈ ചെയ്യണത്. നല്ല ഷെയ്ഡാണ് ഇഷ്ടമായി. ഇപ്പോൾ ലിപ്സ് സ്ക്രബൊക്കെ ചെയ്തിട്ട് കുറച്ച് നാളായിട്ടോ അതൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ചെയ്യണില്ല, വേറെ ഏതെങ്കിലും ദിവസം നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിന്ന് നെയിൽ പോളിഷ് റിമൂവ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമുക്കത് ആദ്യം ജ്യൂസിൻ്റെ ഈ ഒരു നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യണം. അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ നെയിൽ പോളിഷൊക്കെ. ഇത് ഫൻഷിയ പർപ്പിൾ എന്നാണ് പറഞ്ഞ ഷെയ്ഡാണ്. 30 ആണ് കേട്ടോ. ഈ ചിക്കറൊക്കെ ഒളിഞ്ഞ് പോയിൻ്റെ പകുതി ഒളിഞ്ഞ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഷെയ്ഡാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നല്ല പാക്കേജിങ് ആണ് കേട്ടോ ഇതിൻ്റെ. അപ്പോൾ നമുക്ക് നെയിൽ പോളിഷ് ഒന്ന് ആദ്യം റിമൂവ് ചെയ്യാൻ പറ്റിയ ഡാസലാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ പൊളിഞ്ഞുണ്ടെങ്കിൽ പോണേ അല്ല പൊളിഞ്ഞത് പോകുന്നത്. എനിക്ക് പൊളിഞ്ഞു പോകണ നെയിൽ പോളിഷ് പൊതുവേ അങ്ങനെ എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് ഇങ്ങനെ ഫീഡായി പോകണ നെയിൽ പോളിഷ് കൂടുതൽ ഇഷ്ടം. പക്ഷേ എനിക്ക് എൻ്റെ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടും. പിന്നെ ഡാസലാണ് ഞാൻ സ്ഥിരം വാങ്ങിക്കുന്ന ഒരു നെയിൽ പോളിഷാണ്. അപ്പോൾ നമുക്കിത് നെയിൽ പോളിഷ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഞാൻ യൂസ് ചെയ്യണത് ടിഷ്യൂ ആണ് കേട്ടോ, ടവലാണ്. ഫ്രൂട്ട് നാച്ചുറൽ ആർമർ ടവലാണ്. ഞാൻ കാണിച്ചു തരാം, ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ. അപ്പോൾ ഇതാ ഈ ഒരു ടിഷ്യൂ എടുക്കാം. ഇത് മറ്റേ OBN-ൻ്റെ ഉണ്ടോ, കണ്ടത് സ്ഥിരം ആൾക്കാർക്ക് ഉപയോഗിക്കുന്ന സാധനമല്ലേ, നമ്മുടെ സാധാരണ കടയിലൊക്കെ കിട്ടുന്ന സാധനമാണ്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാം. പെട്ടെന്ന് തന്നെ റിമൂവ് ആവുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ, നല്ലപോലെ പെട്ടെന്ന് തന്നെ റിമൂവ് ആവുന്നുണ്ട്. ചില നെയിൽ പോളിഷ് റിമൂവ് ഉപയോഗിച്ചാൽ ഉരച്ചാലും പോവില്ല. പക്ഷേ ചില നെയിൽ പോളിഷ് ഉരച്ചാൽ പെട്ടെന്ന് പോകും, പക്ഷേ ചില നെയിൽ പോളിഷ് പോവില്ല. അത് പ്രശ്നമുണ്ട്. ഇത് അങ്ങനെയല്ല കേട്ടോ, ഇത് പെട്ടെന്ന് പോകുന്നുണ്ട്. ഇത് ഉരയ്ക്കുമ്പോൾ തന്നെ ഇങ്ങനെ പെട്ടെന്ന് പോകുന്നുണ്ട്. പിന്നെ അതിങ്ങനെ ഡ്രൈ ആക്കണമൊന്നുമില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഒരു എണ്ണായ മാതിരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്കത് വെച്ച് നോക്കുമ്പോൾ ഇതെനിക്ക് ഇഷ്ടമായി. എന്തായാലും ഞാനത് എല്ലാവരും റിമൂവ് ചെയ്തിട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യാം. ഞാൻ നെയിൽ പോളിഷ് റിമൂവ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ റിമൂവ് ആയിട്ടുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ കുറച്ച് നാൾ ഇങ്ങനെ ഇടാനാണ് ഇഷ്ടം. പക്ഷെ ഞാൻ ഇപ്പോൾ ഈ ഒരു നെയിൽ പോളിഷ് അടിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ ഇത് അടിച്ച് നോക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഇപ്പോൾ അടിക്കണേണ്. അല്ലാതെ ഞാൻ നെയിൽ പോളിഷ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കാലത്ത് ഇങ്ങനെ വെറുതെ വിടുങ്ങ് നെയിൽ പോളിഷ് ഒന്നും ഇടാണ്ട്. അപ്പോൾ ഞാനിത് അടിക്കാൻ പോവുകയാണ്. അടിക്കുന്ന പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ലല്ലോ, അപ്പോൾ അടിച്ചിട്ട് വരാട്ടെ. ഞാൻ പ്രത്യേകിച്ച് കാണിക്കണമൊന്നുമില്ല. ഇതാ നമ്മൾ നെയിൽ പോളിഷ് റിമൂവ് ചെയ്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഗ്ലോസി ഫിനിഷ് ആയിട്ട് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. എൻ്റെ കൈക്ക് അത്യാവശ്യം ചേരുന്നുണ്ടെന്ന് തോന്നിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരു കോട്ട് അടിച്ചിട്ടുള്ളൂ, നമുക്ക് 2 കോട്ട് അടിക്കണം. അത് ഞാൻ വീഡിയോ കാണിക്കണില്ല. അപ്പോൾ അതിന് കമൻസിൻ്റെ റിപ്ലൈ കൊടുക്കാട്ടെ. കുറച്ച് കമൻസൊക്കെ വന്നിട്ടുണ്ട്, അതിനൊക്കെ ഒന്ന് റിപ്ലൈ കൊടുക്കാം. അപ്പോൾ ഇനി ഇതാണ് എൻ്റെ പരിപാടി. കുറച്ചൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ചൊക്കെ കൊടുക്കാനുണ്ട്. അതൊക്കെ കൊടുത്തിട്ട് നമുക്കിനി കാണാം. ഹലോ, അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നതാണ്, വീണ്ടും തിരിച്ചെത്തി. അപ്പോൾ ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 4:20 അപ്പോൾ ഞാനിപ്പോൾ കുളിക്കാൻ പോകുമെന്ന് വിചാരിക്കുന്നതാണ്. ഹെയർ വാഷ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ചിലർ കാരണം ഞാൻ യൂസ് ചെയ്യുന്ന ഓയിൽ എന്തെന്നാണെന്ന് പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. സാധാരണ കുളിക്കുന്ന ടോയിലൊക്കെ തന്നെയാണ്. പിന്നെ വേറൊന്നും അപ്ലൈ ചെയ്യണില്ല. ഷാമ്പൂ ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് പറപ്പിക്കൊന്നുമില്ല, ചെറുതായിട്ട് മാത്രമേ ഞാൻ അപ്ലൈ ചെയ്യാറുള്ളൂ കേട്ടോ. ഞാൻ ഒരുപാട് ഇങ്ങനെ പറപ്പിച്ചൊന്നും ഇടാറില്ല.
എനിക്കങ്ങനെ ഇഷ്ടമാണ്, കാണാൻ ഇഷ്ടമെങ്കിൽ പറപ്പിച്ചിട്ടിട്ടുള്ള ഹെയറാണ് ഷാമ്പു യൂസ് ചെയ്തിട്ട്. പക്ഷേ അത് മേത്തൊക്കെ കിട്ടുമ്പോൾ എന്തോ തോന്നുന്നു എനിക്ക്, കാരണം അത് വലിയ ഇഷ്ടമില്ല. എന്നാലും നമുക്ക് ഇത്തിരി ഓയിലൊക്കെ കളയാം കേട്ടോ. ഓയിൽ മൊത്തം കളയാൻ പറ്റുമെങ്കിൽ അത് കളയാം. അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ. നമുക്ക് ഇനി കുളിച്ച് വന്നിട്ട് കാണാം. ബൈ. ഹലോ, അപ്പോൾ ഇതെൻ്റെ പൂച്ചക്കുഞ്ഞുങ്ങളാണ്, 4 കേട്ടോ. പുത്തനാണേ, ഇന്നു കുഞ്ഞുങ്ങൾ. അപ്പോൾ പേരൊന്നുമില്ല കേട്ടോ, പേരൊന്നും എക്കത്തിനെയും പേരിങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആവും, നമുക്ക് ഇടാം കേട്ടോ. അപ്പോൾ ഇതാണ് 4. അപ്പോൾ ബ്ലാക്കിയും ചാക്കും കൂടിയും കൂട്ടിയിട്ട് ഇപ്പോൾ ഇവിടെ 6 പൂച്ചയുണ്ട് കേട്ടോ. 6 പൂച്ച, എല്ലാവരും എൻ്റെ തന്നെയാണ്, വേറെ ആർക്കും ഞാൻ കൊടുക്കില്ല, എല്ലാവരും എൻ്റെ തന്നെ. അപ്പോൾ ഞാൻ ബ്ലാക്കിനെയും ചക്കനെയും കാണിച്ചിരാം. ഇതാ ബ്ലാക്കിയും അതുപോലെ ജാക്കും ഒരുമിച്ച് കിടക്കണേണ്. അപ്പോൾ ഉറങ്ങണേണ് കേട്ടോ, ഞാൻ ഇന്ന് ശല്യപ്പെടുത്തണില്ല. എന്തായാലും ഇതാണ് നമ്മുടെ 4. അപ്പോൾ ഒക്കെ കൂടി 6 ഉണ്ട് കേട്ടോ. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് പൂച്ചക്കുഞ്ഞുങ്ങൾ കാണിക്കാൻ, അത് കണ്ടാണ് ഞാൻ കാണിച്ചത്. ഹലോ, അപ്പോൾ നമ്മൾ കുളിച്ചൊക്കെ വന്നു. അപ്പോൾ എനിക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നുണ്ട് കേട്ടോ. ഇപ്പോൾ രാത്രി 7 മണിയാകുമ്പോൾ. അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നുണ്ട്, എന്താവെന്ന് അറിയില്ല, ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഒരു ഹാലോവിൻ മേക്കപ്പ് ലുക്ക് തന്നെയാണ്, ക്ലബ് വീഡിയോ ആണ്. അപ്പോൾ ഷൂട്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഒരു ഐഡിയ ഇല്ല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഷൂട്ട് ചെയ്യാവുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എനിക്കൊരു ഐഡിയ ഇല്ല. എനിക്കൊരു പൂച്ചേൻ്റെ പോലെ ചെയ്യാനാണ് ഒരു ചെറിയൊരു ഐഡിയ ഉള്ളത്. വേറെ ഇപ്പം എന്താ, വേറെ ഒന്നും ചെയ്യാനൊരു ഐഡിയ ഇല്ല. എന്തായാലും നമുക്ക് പറ്റണമെന്ന് ഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ നാളെ രാവിലെ ഷൂട്ട് ചെയ്യാം. നാളെയാണ് ഇടേണ്ടത്. അപ്പോൾ എന്താണെന്നറിയില്ല, നമുക്ക് പറ്റണമെന്ന് ഷൂട്ട് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ചെയ്യാനുള്ള ലുക്കിന് ഒരു ഐഡിയ ഇല്ലാത്തപ്പോൾ ഞാൻ ഏകദേശം ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കണേണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കണേണ് എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോ എടുത്തിട്ട് സൂം ചെയ്യണേണ്, എന്നിട്ട് അതൊക്കെ വരയ്ക്കണേണ്. സൂം ചെയ്യുമ്പോൾ നിങ്ങൾ എൻ്റെ മുഖത്ത് പാണ്ടും അതേപോലെ കുരും അതൊന്നും ശ്രദ്ധിക്കണ്ട, മൈൻഡാക്കണ്ട. അപ്പോൾ നമുക്കൊന്ന് വരയ്ക്കാം. ആദ്യം തന്നെ കണ്ടില്ല പൂച്ചേനെ പോലെ വരയ്ക്കുന്നത്, ഇതേപോലെ അല്ല കേട്ടോ. ഏകദേശം ഒരു രൂപമാണ് ഞാനിപ്പോൾ വരയ്ക്കുന്നത്. ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ വരച്ച് നോക്കിയത്. അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നിടത്ത് എങ്ങനെ ചെയ്യണമെന്നായി പോവും, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ ഞാൻ ചുണ്ടൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് കണ്ണ് ഇങ്ങനെയാണ് എഴുതണത്. പക്ഷേ ഞാൻ ഇതേപോലെ അല്ലാട്ട് കണ്ണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഞാൻ ഇതിന് മുമ്പാണ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ഇതേപോലെ ഇരിക്കും. ഏകദേശം ഒരു പുലിക്കുട്ടിയെ മാതിരിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാലോവിൻ മേക്കപ്പ് ലുക്ക് 2ാമത്തെ വീഡിയോ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മേക്കപ്പ് ലുക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ഒടുക്കത്തെ പോസിങ്ങാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത്തിരി കഷ്ടപ്പാടാണ് ഇങ്ങനത്തെയൊക്കെ ലുക്കിനൊന്ന് പോസ് ചെയ്യാൻ. അത്യാവശ്യം ചളിയായിട്ട് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സാധാരണ മേക്കപ്പ് ലുക്കിന് പോസ് ചെയ്യണ പോലെ അല്ലല്ലോ ഇതിൽ. നമ്മുടെ ആദ്യത്തെ ഹാലോവിൻ മേക്കപ്പ് ലുക്കായിരുന്നു ഇച്ചിരി കൂടി മണി പോസ് ചെയ്യാൻ. ഇതിൽ പിന്നെ വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല, പൂച്ചയുടെ ലുക്ക് ആയതുകൊണ്ട്. ഇത് സിമ്പിളാട്ടോ, ഭയങ്കര സിമ്പിളായിട്ട് ഞാൻ ചെയ്തതിന് ഏകദേശം നമ്മൾ കാണിച്ച പോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ, നമ്മൾ വരച്ച പോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മേക്കപ്പ് ലുക്ക്. അപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഹാലോവിൻ മേക്കപ്പ് ലുക്ക് ഇത്തിരി ചളി വീഡിയോ ഒക്കെ പോയി, എന്തായാലും കുഴപ്പമില്ല. വേഗം ഷൂട്ട് ചെയ്ത് നാളെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കണത്. ഞാൻ പകുതി ഇപ്പോൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഇനി അത് ഫുള്ളായിട്ട് എഡിറ്റ് ചെയ്യണം. അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലെന്ന് എത്രേ ഉള്ളൂ. ഇപ്പോൾ 10 മണിയാകുമ്പോൾ 9:45. അപ്പോൾ 9:45 8:45 മാറിപ്പോയി. അപ്പോൾ 9 മണിയാകുമ്പോൾ 8:45 ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഫുഡൊക്കെ കഴിച്ച് ഇനി എഡിറ്റിംഗ് ആയിരിക്കുള്ളൂ. വന്നിട്ടൊരു 11:30 അല്ലെങ്കിൽ 11 മണി ഒക്കെ ആകുമ്പോൾ കിടക്കും, എഡിറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. എന്തായാലും നമുക്ക് നമ്മുടെ ലാസ്റ്റ് നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യാം. അപ്പോൾ ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ കാണിക്കുന്നത് തന്നെയാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ സ്പീഡ് മോഡിൽ വെച്ചിങ്ങനെ കേട്ടോ, പെട്ടെന്ന് കാണിച്ചു തീർക്കുന്നത് അതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് തന്നെ ടോണർ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ജോവിഷ്യൻ്റെ ടോണറാണ്. പിന്നെ ഞാൻ ജോവിഷ്യൻ്റെ തന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതൊക്കെ തന്നെ ഞാൻ എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് തന്നെ മറ്റേ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് കണ്ടു നോക്കാം. അപ്പോൾ അത് കണ്ടാൽ മനസ്സിലാവും, പ്രത്യേകിച്ച് വേറൊന്നുമില്ല. പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് ലിബാമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് നിവ്യയുടെ സോഫ്റ്റ് റോസ് ആയിട്ടുള്ള ലിബാമാണ്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ ലിബാം ചിലപ്പോൾ മാറ്റിയും ഇതൊക്കെ ഉപയോഗിക്കും. മെബിലിൻ്റെ ഇതാണ് ഞാൻ യൂസ് ചെയ്യാറ് എന്തായാലും കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടമെന്ന് വിചാരിക്കുന്നതാണ്. അങ്ങനെ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ കൂടെ തന്നെ ബെൽ ഐക്കൺ ഓപ്ഷൻ ഇപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. എങ്കിലും മാത്രമേ ഞാൻ അതേപോലത്തെ വീഡിയോസ് ഇനിയും ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ആയപ്പോൾ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. ബൈ ഗൈസ്.